+1 ഏകജാലക സംവിധാനത്തിലെ ഓൺലൈൻ അപേക്ഷ മെയ് 16 മുതൽ 25 വരെ നടക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, പ്രവേശന നടപടികളെല്ലാം ഓൺലൈനിലായിരിക്കും. സാധാരണഗതിയിൽ സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടി വരാറില്ലെങ്കിലും ചിലപ്പോൾ ചിലതിന് ആവശ്യം വന്നേക്കാം. പ്രവേശനത്തിന് OTP പാസ്വേഡ് കാൻഡിഡേറ്റ് ലോഗിൻ രീതിയാണ്. അപേക്ഷിക്കാനുള്ള നടപടിയായ നിർദ്ദേശങ്ങൾക്ക് സൈറ്റിലെ യൂസർ മാനുവൽ നോക്കാം. അപേക്ഷാ ഫീ 25 രൂപ. സമർപ്പണ വേളയിൽ അടയ്ക്കേണ്ടതില്ല. ഓൺലൈൻ സമർപ്പണ വേളയിൽ അടയ്ക്കേണ്ടതില്ല, എന്നാൽ പ്രവേശന സമയത്ത് മറ്റു ഫീസിനോടൊപ്പം നൽകാം. വെരിഫിക്കേഷന് വേണ്ടി അപേക്ഷയുടെ പ്രിൻ്റ് സ്കൂളിൽ നൽകേണ്ടതില്ല. CBSE സ്റ്റാൻഡേർഡ് ലെവൽ മാത്സ് ജയിച്ചവരെ മാത്രമേ മാത്സ് അടങ്ങിയ കോമ്പിനേഷനുകളിലേക്ക് പരിഗണിക്കൂ. ബേസിക്കുകാർക്ക് മറ്റു കോമ്പിനേഷനുകളിലേക്ക് അപേക്ഷ നൽകാം. കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ +1 2024-25 പ്രവേശനത്തിന് മെയ് 16 മുതൽ 25 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ഒരു റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ചേർത്ത് ഒരൊറ്റ അപേക്ഷ മതിയാകുന്ന ഏകജാലക സംവിധാനമാണ്. മറ്റ് ജില്ലകളിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ വ്യത്യസ്ത അപേക്ഷകൾ വേണ്ടിവരും. യോഗ്യത എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ തുല്യത പരീക്ഷയിൽ ഓരോ പേപ്പറിനും കുറഞ്ഞത് D+ ഗ്രേഡ് അഥവാ തുല്യ മാർക്ക് വാങ്ങിയിരിക്കണം. CBSE വിഭാഗത്തിൽ ബോർഡ് തല പരീക്ഷ ജയിച്ചവരെയാണ് മുഖ്യ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുക. 2018 മാർച്ചിന് മുൻപ് വെവ്വേറെ സ്കൂൾ അല്ലെങ്കിൽ ബോർഡ് തല പരീക്ഷകളുണ്ടായിരുന്നു. അന്ന് യോഗ്യത നേടിയവരുടെ രക്ഷിതാക്കൾ തെളിവിനായി 9ാം അനുബന്ധത്തിലെ ഫോർമാറ്റിൽ 50 രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം നൽകണം. സ്കൂൾ തല CBSEക്കാരെ മുഖ്യ അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഒഴിവുകളിലേക്ക് പരിഗണിക്കും. CBSEയിൽ മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് ജയിച്ചവർക്കേ മാത്സ് ഉൾപ്പെട്ട വിഷയ കോമ്പിനേഷൻ എടുക്കാൻ കഴിയൂ. CBSE സ്കൂളുകളിൽ +1 മാത്സ് പഠിക്കാൻ മാത്തമാറ്റിക്സ് ബേസിക് ജയിച്ചവർക്ക് ഈ വർഷവും അവസരമുണ്ട്. 10ാം ക്ലാസ്സിൽ നേടിയ മാർക്കുകൾ വിശേഷ രീതിയിൽ കൂട്ടിയെടുക്കുന്ന WGPA അഥവാ വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് അടിസ്ഥാനമാക്കിയാണ് റാങ്ക് നിർണ്ണയം. റാങ്ക് കുട്ടികളുടെ താൽപ്പര്യം, സീറ്റുകളുടെ ലഭ്യത എന്നിവ പരിഗണിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാം വഴി സെലക്ഷന് മുഖ്യ അലോട്ട്മെൻറ്റ് നടത്തും. 2024 ജൂൺ 1 15 വയസ്സ് മുതൽ 20 വയസ്സ് വരെ, പട്ടിക വിഭാഗക്കാർക്ക് 22 വയസ്സ്, അന്ധബധിര വിഭാഗക്കാർക്കും ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർക്കും 25 വരെയുമാകാം. കേരളത്തിലെ പൊതുപരീക്ഷാ ബോർഡിൽ നിന്ന് ജയിച്ചവർക്ക് പ്രായപരിധിയില്ല. മറ്റു ബോർഡുകാർക്ക് കുറഞ്ഞതും കൂടിയതുമായ പരിധികളിൽ 6 മാസം വരെ ഇളവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിന്ന് വാങ്ങാം. കേരള ബോർഡുകാർക്ക് ഉയർന്ന പ്രായത്തിൽ 6 മാസം വരെയും ഇളവ് ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിന്ന് വാങ്ങാം. അപേക്ഷ എന്ന് പറയുന്നത്, അപേക്ഷ നൽകേണ്ട രീതി hscap.kerala.gov.in എന്ന സൈറ്റിൽ പബ്ലിക് എന്ന സെക്ഷനിൽ നിന്ന് പ്രോസ്പെക്ടസ്, 11 അനുബന്ധങ്ങൾ, അപേക്ഷയ്ക്കുള്ള യൂസർ മാനുവൽ എന്നിവ ഡൗൺലോഡ് ചെയ്ത് വ്യവസ്ഥകൾ വായിച്ചു നോക്കാവുന്നതാണ്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പണം. മുകളിൽ പറഞ്ഞ വെബ്സൈറ്റിലെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിലൂടെ ലോഗിൻ ചെയ്യാം. മൊബൈൽ OTP വഴി പാസ്വേഡ് നൽകി വേണം ലോഗിൻ സൃഷ്ടിക്കാൻ. ഇതിലെ അപ്ലൈ ഓൺലൈൻ ലിങ്കിലൂടെ അപേക്ഷിക്കാം. ഓപ്ഷൻ സമർപ്പണം, ഫീസ് അടക്കൽ തുടങ്ങിയവയെല്ലാം ഇതേ ലോഗിൻ വഴിയാണ്. പ്രോസ്പെക്ടസിൻ്റെ 5ാം അനുബന്ധത്തിൽ അപേക്ഷ സംബന്ധിച്ച വിവരങ്ങളുണ്ട്. പടിപടിയായ നിർദ്ദേശങ്ങൾ യൂസർ മാനുവലിൽ കിട്ടും. 8ാം അനുബന്ധത്തിലെ ഫോം മാതൃകയും ശ്രദ്ധിക്കാം. യോഗ്യതകൾ, അവകാശപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്നിവയുടെ രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വേണം. ചിലതിൻ്റെ നമ്പറും തീയതിയും മറ്റും അപേക്ഷയിൽ വേണ്ടിവരും. സൈറ്റിൽ നിന്ന് കിട്ടുന്ന അപേക്ഷാ നമ്പർ എഴുതി സൂക്ഷിക്കുക. സാധാരണഗതിയിൽ രേഖകളൊന്നും അപ്ലോഡ് ചെയ്യാത്തതിനാൽ നൽകുന്ന വിവരങ്ങളെ അനുസരിച്ചാണ് സെലക്ഷൻ. അപേക്ഷയിൽ തെറ്റ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭിന്നശേഷിക്കാരും 10ാം ക്ലാസ്സിൽ അതർ കോഡ് 7 സ്കീമിൽപ്പെട്ടവരും നിർദ്ദിഷ്ട രേഖകൾ അപ്ലോഡ് ചെയ്യണം. ഓൺലൈൻ അപേക്ഷ തനിയെ ചെയ്യാൻ കഴിയാത്തവർക്ക് അവർ പഠിച്ച സ്കൂളിലെയോ ആ പ്രദേശത്തെ ഏതെങ്കിലും സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയോ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും സൗജന്യമായി പ്രയോജനപ്പെടുത്തി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം. മെറിറ്റ് സീറ്റിലേക്ക് ഒരു ജില്ലയിൽ ഒന്നിലേറെ അപേക്ഷ പാടില്ല. മറ്റു ജില്ലകളിലേക്ക് കൂടി അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല. ഇതിന് വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. അപേക്ഷാ ഫീ ആയി 25 രൂപ പ്രവേശന സമയത്ത് അടച്ചാൽ മതി. പ്രിൻ്റ് സ്കൂളിൽ നൽകേണ്ടതില്ല. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎയ്ഡഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട വിഭാഗങ്ങളിൽപ്പെട്ട സീറ്റുകൾ എയ്ഡഡ് സ്കൂളുകളിലുണ്ട്. അവയിലേക്ക് അതത് മാനേജ്മെൻറ്റ് നൽകുന്ന ഫോം സമർപ്പിക്കണം. സർക്കാരിൻ്റെ ഏകജാലക ഫോം ഇക്കാര്യത്തിന് ഉപയോഗിച്ചുകൂടാ. ഓപ്ഷൻ സമർപ്പണം, ഇഷ്ടമുള്ള സ്കൂളുകളും വിഷയ കോമ്പിനേഷനുകളും തീരുമാനിച്ച് മുൻഗണനാ ക്രമത്തിൽ അപേക്ഷയുടെ 24ാം കോളത്തിൽ ചേർക്കുന്നതാണ് ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ കാതൽ. ഒരു സ്കൂളും ഐച്ഛിക വിഷയങ്ങളുടെ ഒരു കോമ്പിനേഷനും ചേർന്നതാണ് ഒരു ഓപ്ഷൻ. ഒരേ സ്കൂളിൽ വ്യത്യസ്ത കോമ്പിനേഷനുകളിൽ
വ്യത്യസ്ത ഓപ്ഷനുകളാണ്. പ്രോസ്പെക്ടസ് 7ാം അനുബന്ധത്തിൽ ജില്ല തിരിച്ച് ഓരോ സ്കൂളിൻ്റെയും കോഡും അവിടുത്തെ വിഷയ കോമ്പിനേഷനുകളും, അതായത് കോഴ്സ് കോഡുകളുണ്ട്. എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും നൽകാം. ഒരിക്കൽ ഒരു ഓപ്ഷനിൽ പ്രവേശനം തന്നാൽ മുൻഗണനയിൽ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും സ്വയം റദ്ദാകും. പക്ഷേ ഇതിന് മുകളിലുള്ളവ ഹയർ ഓപ്ഷൻസ് നിലനിൽക്കും. ആവശ്യമെങ്കിൽ അവ മുഴുവനും അല്ലെങ്കിൽ ഏതെങ്കിലും മാത്രമോ റദ്ദു ചെയ്യാൻ പിന്നീട് അവസരം ലഭിക്കും. ഇത്രയൊക്കെ നിബന്ധനകളുള്ളതിനാൽ പരമാവധി ശ്രദ്ധിച്ച് ഓപ്ഷൻ നൽകണം. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ശാഖകളിലായി പല വിഷയങ്ങളുടെ 45 കോമ്പിനേഷനുകളുണ്ട്. നിങ്ങളുടെ അഭിരുചിക്ക് ഇണങ്ങുന്ന കോമ്പിനേഷനുകൾക്ക് മുൻഗണന ക്രമത്തിലെടുക്കണം. ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകൾ താൽപ്പര്യമുള്ള സ്കൂളുകളിലുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഫോമിൻ്റെ പകർപ്പെടുത്ത് അതിൽ പൂരിപ്പിച്ച് എല്ലാം ശരിയെന്ന് ഉറപ്പാക്കിയ ശേഷം ഫോമിൽ പകർത്തുന്നതാണ് നല്ലത്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എടുക്കുന്നവർക്ക് സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ബയോളജി, മെഡിക്കൽ, അഗ്രികൾച്ചർ മേഖലയിലേക്ക് കടക്കാനാകില്ല എന്ന് പ്രത്യേകം ഓർക്കുക. അലോട്ട്മെൻറ്റ് അപേക്ഷ സമർപ്പണത്തിൽ എന്തെങ്കിലും പിശകുണ്ടായാൽ തിരുത്താനുള്ള അവസരം എന്നുകൂടി കരുതിയാണ് 29 ട്രയൽ അലോട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. തെറ്റ് കാരണം ഇഷ്ടപ്പെടാത്ത അലോട്ട്മെൻറ്റ് വന്നെന്ന് കണ്ടാൽ ലോഗിൻ വഴി ഈ ഘട്ടത്തിൽ പിശക് തിരുത്താം. നിർദ്ദിഷ്ട സമയത്ത് തിരുത്തണം. തുടർന്ന് 3 അലോട്ട്മെൻറ്റുകൾ അടങ്ങുന്ന മുഖ്യ അലോട്ട്മെൻറ്റ് നടത്തും. ഇത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുണ്ട്. ഇതിനുള്ള ഒഴിവുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. മുഖ്യ അലോട്ട്മെൻറ്റിൽ ഒന്നും കിട്ടാത്തവർ ഈ ഘട്ടത്തിൽ ഓപ്ഷനുകൾ ബുദ്ധിപൂർവ്വം മാറ്റി അപേക്ഷ പുതുക്കാം. മുൻപ് അപേക്ഷിക്കാത്തവർക്കും മുഖ്യ അപേക്ഷ സമർപ്പണത്തിന് ശേഷം യോഗ്യത നേടിയവർക്കും സ്കൂൾ തല CBSEക്കാർക്കും ഈ സമയത്ത് അപേക്ഷ നൽകാം. പ്രവേശനം 2 തരത്തിലാണ്. സ്ഥിരം, താൽക്കാലികം. ആദ്യ അലോട്ട്മെൻറ്റിൽ ഇഷ്ട സ്കൂളും കോമ്പിനേഷനും കിട്ടിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ഫീസ് അടച്ച് സ്ഥിരം പ്രവേശനം നേടാം. കിട്ടിയതിൽ തൃപ്തരല്ലാത്തവർക്ക് രേഖകൾ സ്കൂളിൽ ഏൽപ്പിച്ച് താൽക്കാലിക പ്രവേശനം മതിയെന്ന് വയ്ക്കാം. ഫീസ് അടയ്ക്കേണ്ടതില്ല. കാത്തിരുന്ന് ഇഷ്ടപ്പെട്ട മാറ്റം കിട്ടിയാൽ സ്ഥിരം പ്രവേശനം വാങ്ങാം. മുഖ്യ അലോട്ട്മെൻറ്റ് കഴിയും മുൻപ് അഡ്മിഷൻ സ്ഥിരമാക്കണം. അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിശ്ചിത സമയത്തിനകം ഫീസ് അടച്ചു ചേരാതിരുന്നാൽ പ്രവേശന ചാൻസ് നഷ്ടപ്പെടും. അവരുടെ പേര് നീക്കം ചെയ്യും, പിന്നീട് പരിഗണിക്കില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ താൽക്കാലികം സ്ഥിരമാക്കി കളയാമെന്ന് തോന്നിയാൽ ഫീസ് അടച്ചു ചേരുക. നേരത്തെ സമർപ്പിച്ച ഉയർന്ന ഓപ്ഷനുകൾ എല്ലാമോ അവയിൽ നിന്ന് തിരഞ്ഞെടുത്തവ മാത്രമോ റദ്ദ് ചെയ്യണമെന്ന് പ്രിൻസിപ്പലിന് എഴുതി കൊടുക്കണം. ഇങ്ങനെ റദ്ദ് ചെയ്യിക്കാത്ത പക്ഷം പിന്നീട് നിലവിലുള്ള ഉയർന്ന ഓപ്ഷനുകളിൽ ഒഴിവ് വന്നാൽ അവയിലേക്ക് നിങ്ങളെ മാറ്റും. ഒന്നിലേറെ ജില്ലകളിലേക്ക് അപേക്ഷിച്ച കുട്ടിക്ക് എല്ലായിടത്തും ഒരുമിച്ച് അലോട്ട്മെൻറ്റ് കിട്ടി. ഏതെങ്കിലും ഒരു ജില്ലയിൽ പ്രവേശിക്കുന്നതോടെ മറ്റു ജില്ലയിലെ അല്ലെങ്കിൽ ജില്ലകളിലെ ഓപ്ഷനുകൾ സ്വയം റദ്ദാകും. ഒരു ജില്ലയിൽ മാത്രമാണ് ആദ്യം പ്രവേശനം കിട്ടുന്നതെങ്കിൽ തുടർന്ന് മറ്റൊരു ജില്ലയിൽ അവസരം കിട്ടിയാൽ അങ്ങോട്ട് പോകാം. ട്രയൽ അലോട്ട്മെൻറ്റ് 29-നാണ്. ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ 5-ന്. 3 അലോട്ട്മെൻറ്റുകൾ അടങ്ങുന്ന മുഖ്യ അലോട്ട്മെൻറ്റ് ജൂൺ 19 വരെ ഉണ്ടാവും. ക്ലാസ് ജൂൺ 24-ന് തുടങ്ങും. പക്ഷേ സപ്ലിമെൻ്ററി അടക്കം മെറിറ്റ് അഡ്മിഷൻ ജൂലൈ 31 വരെ തുടരും. സ്പോർട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ് എയ്ഡഡ് കോട്ട പ്രവേശന തീയതികൾ വേറെയാണ്. ഇവ പ്രോസ്പെക്ടസിലുണ്ട്. പ്രോസ്പെക്ടസിലെയും അനുബന്ധങ്ങളിലെയും കാര്യങ്ങൾ സശ്രദ്ധം വായിച്ച് പഠിച്ച് മാത്രം ഓപ്ഷനുകൾ രേഖപ്പെടുത്തുക. സംശയ പരിഹാരത്തിന് ഹെൽപ്പ് ഡെസ്കുകളെ സമീപിക്കാവുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 389 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ www.admission.dge.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ അഡ്മിഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സമാന വ്യവസ്ഥകളനുസരിച്ചാണ് പ്രവേശനം. സൈറ്റിലെ പ്രോസ്പെക്ടസ് അടക്കം വിവരങ്ങളുണ്ട്. കോഴ്സിൽ വരുത്തിയ മാറ്റം പ്രത്യേക ഫയലായി സൈറ്റിലുണ്ട്.